വീരേതിഹാസം രചിച്ച പോരാളിയെ എപ്രകാരം ആദരിക്കുമോ അതിന് തുല്യമായിരുന്നു സഞ്ജു സാംസണ് ഇന്ത്യൻ ടീം ഒന്നാകെ നൽകിയ സ്വീകരണം. ഇതിഹാസ താരങ്ങൾ വാഴ്ത്തിപ്പാടിയ ഇന്നിംഗ്സ്, സഞ്ജു പറഞ്ഞതുപോലെ സ്വപ്നം കണ്ടിരുന്ന ഇന്നിംഗ്സ്. സഞ്ജുവിന്റെ ആരാധകർ ഈ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ്. ഇനി സഞ്ജുവിന്റെ കാലമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ക്രിക്കറ്റ് പരിശീലകനും മുൻ താരവും സഞ്ജുവിന്റെ സുഹൃത്തു കൂടിയായ സോണി ചെറുവത്തൂർ ചേരുകയാണ്. സോണി, ഒരുപാട് സന്തോഷം ഉള്ള നിമിഷമാണ് മലയാളി ആരാധകർക്ക്, മലയാളി ക്രിക്കറ്റ് താരങ്ങൾക്ക്, പ്രത്യേകിച്ച് സഞ്ജുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ. കാരണം നമ്മളൊക്കെ കാത്തിരുന്ന ഇന്നിംഗ്സ്, സഞ്ജു തന്നെ അത് പറഞ്ഞു, സഞ്ജു കാത്തിരുന്ന ഒരു ഇന്നിംഗ്സാണ് ഈ വിൻഡീസിനെതിരെ സംഭവിച്ചത്. യാതൊരു സംശയമല്ല, അദ്ദേഹം അത് കാത്തിരുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഇതിനുവേണ്ടി സ്വപ്നം കണ്ടിരുന്നു, ഇതിനുവേണ്ടി അധ്വാനിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പുകളെ പറ്റി, പ്രത്യേകിച്ച് ഈ ലോകകപ്പിന് മുമ്പായിട്ടുള്ള ആ ഒരു കിട്ടിയ കുറച്ച് സമയം പോലും വളരെ കൃത്യമായ, വളരെ ചിട്ടയായ പരിശീലനം അല്ലെങ്കിൽ അത്ര മികച്ച തയ്യാറെടുപ്പുകളാണ് സഞ്ജു നടത്തിയിരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇത്തരത്തിൽ തന്റെ രാജ്യത്തെ ഒരു നിർണായകമായ മത്സരത്തിൽ വിജയിപ്പിക്കുന്ന സ്വപ്നം കണ്ടു തീർന്ന ആ കൊച്ചു പയ്യനിൽ നിന്ന് സഞ്ജുവിലേക്ക് ഇപ്പോൾ ഉള്ള ഈ സഞ്ജുവിലേക്കുള്ള വളർച്ച തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളത് തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പണ്ട് സച്ചിന് വേണ്ടി എങ്ങനെയാണ് ഇരുന്നെടുത്ത് നനങ്ങാതിരുന്ന് കളി കണ്ടത്, അതുപോലെ കളി കാണുകയും ഇന്ത്യയുടെ ആ വിജയം നല്ലോണം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. സോണി, നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ ചേരുവ എന്ന് പറയും പലപ്പോഴും ആളുകൾ. സച്ചിന് ശേഷം വിരാട് കോഹ്ലി ആകട്ടെ, രോഹിത് ശർമ്മ ആകട്ടെ, ധോണി ആകട്ടെ, ആ രീതിയിലുള്ള ഒരു കാറ്റഗറി താരങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്നത് ഈ വെടിക്കെട്ട് താരങ്ങൾ, ആ തരത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ, അല്ലെങ്കിൽ ആരാധകരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന താരങ്ങൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു പിന്തുണ ലഭിക്കുന്നത്, അവർ സൂപ്പർ താരങ്ങളായി നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മൾ ക്രിക്കറ്റിൽ സ്ഥിരമായി കാണുന്നതാണ്. സഞ്ജു ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നതാണ്. കാരണം ആരാധക പിന്തുണയുടെയോ അല്ലെ സ്നേഹത്തിന്റെ കാര്യത്തിലോ ഒന്നും സഞ്ജുവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഏത് ഭാഗത്തായാലും, അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു കൺസിസ്റ്റൻസിയായി സഞ്ജു കളിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. സഞ്ജുവിനൊരു ചെറിയ പിഴവ് വരുമ്പോൾ നമ്മൾ അറിയാതെ അത് സങ്കടം തോന്നുന്നത്, കാരണം സഞ്ജു തിരിച്ചു വരണമെന്നൊക്കെ തോന്നുന്നത് ആ സ്നേഹത്തിന്റെ പിന്തുണയിലാണ്. എന്തായാലും ഇപ്പോൾ അത് ടീം ഒന്നാകെ അതിന് ഒരു പിന്തുണ നൽകുന്നതായി തോന്നുന്നുണ്ടോ? യാതൊരു സംശയമില്ല. പക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ സൂപ്പർ സ്റ്റാറുകളെക്കാളൊക്കെ ഒരല്പം വ്യത്യസ്തനാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം അവർക്കൊന്നും ഇത്രത്തോളം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടില്ല. വെല്ലുവിളികൾ നേരിടുന്ന ബോളർമാരെ നേരിടുന്നു, അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റിന്റെ മറ്റ് സാഹചര്യങ്ങളെ നേരിടുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഈ സഞ്ജു സാംസൺ നേരിട്ടതുപോലെയുള്ള അൺസർട്ടനിറ്റി നേരിട്ട മറ്റൊരു സൂപ്പർ സ്റ്റാറും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി നേരിട്ട ആരെങ്കിലും സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറെ നോക്കുക, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ നോക്കുക, ഒരു സമയത്തും അവരുടെ പ്രതിഭയിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല, അവരുടെ സ്ഥിരതയിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ സഞ്ജുവിന്റെ കരിയറിലുടനീളം എത്രയോ വർഷങ്ങളായിട്ട് സഞ്ജു ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. 50 പരം മത്സരങ്ങൾ മാത്രമാണ് ഇതിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം ആലോചിക്കുക, സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ട് അതിനുശേഷം ഒരൊറ്റ വൺ ഡേ ഇന്റർനാഷണൽ കളിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിട്ടില്ല. ഗംഭീരമായ ഇന്നിങ്സ് കളിച്ച് ഓപ്പണിംഗിൽ മികച്ച ഇന്നിങ്സുകൾ അല്ലെങ്കിൽ മികച്ച വിജയങ്ങൾ ടീം ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ട് അടുത്ത സീരീസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് 6ാം നമ്പറിലും 7ാം നമ്പറിലും ബാറ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓപ്പണറിന്റെ സ്ഥാനമേ നഷ്ടപ്പെട്ടു പോകുന്നു. അതിനുശേഷം ടീമിൽ സ്ഥാനം കിട്ടുന്നില്ല. അപ്പൊ ഇത്രത്തോളം അൺസർട്ടനിറ്റീസ് നിറഞ്ഞ ഒരു യാത്ര, അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നല്ലത് വരുന്ന സമയത്ത്, നല്ല ആളുകൾക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കും എന്ന് പറയുന്നത് അദ്ദേഹം ഈ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. തീർച്ചയായും നമ്മൾ അതാണ്, ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന ആ സന്തോഷം ആ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുക. സോണി, ഒരു നിമിഷം തുടരുക, നമ്മളൊരു ദൃശ്യം കൂടി കണ്ടുവരാം. കാരണം ഈ ടൂർണമെന്റിലേക്ക് വരുന്ന സമയത്ത് രോഹിത് ശർമ്മയും സഞ്ജുവും ഒന്നിച്ചുള്ള ഒരു ദൃശ്യം അതുകൂടി കണ്ട് തിരിച്ചു വരാം. അതായത് രോഹിത് ശർമ്മ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു വലിയൊരു ടൂർണമെന്റാണ്, അത് കൂടുതൽ അവസരങ്ങൾ വരും, പ്രത്യേകിച്ച് പ്രയാസമൊന്നും തോന്നരുത് എന്ന് സഞ്ജുവിനോട് പറയുന്നത് സഞ്ജു അത് കേട്ടില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും കാണാം ആ ദൃശ്യങ്ങളിൽ. കാരണം അത് തന്നെയാണ്, ഇത്തരം സഞ്ജു തന്നെ പ്രചോദനമായി കണക്കാക്കുന്ന താരങ്ങളാണ്. ആ അർത്ഥത്തിലുള്ള താരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആ തരത്തിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതുകൂടി ഈ ഇന്നിങ്സിന്റെ ഒക്കെ ഒരു ഭാഗമാണ്.
അല്ല, സഞ്ജുവിന്റെ കഴിവിൽ അത്തരത്തിലുള്ള നമ്മുടെ ഇതിഹാസ താരങ്ങൾക്കെല്ലാം തന്നെ, മുൻകാല താരങ്ങൾക്കാകട്ടെ, ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങൾക്കായിക്കോട്ടെ, സഞ്ജുവിനോടൊപ്പം കളിച്ച് വിരമിച്ചിട്ടുള്ള താരങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഴിവിൽ വലിയ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു സഞ്ജുവിന്റെ കഴിവിനെ പറ്റി, അല്ലെങ്കിൽ സഞ്ജുവിന് ഒരുപാട് ആത്മവിശ്വാസം നൽകിയിട്ടുള്ള ക്യാപ്റ്റന്മാരിൽ ഒരാൾ രോഹിത് ശർമ്മയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം രോഹിത് ശർമ്മ അതേ രീതിയിൽ തന്നെ വളരെ സ്ട്രോക്കുകൾ കളിക്കുന്ന, വളരെ പ്രതിഭയുള്ള, എന്നാൽ തുടക്കത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, അത്ര സ്ഥിരത കാണിക്കാൻ സാധിക്കാത്ത ഒരു താരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒബ്സർവേഷൻസ് സഞ്ജുവിനിലേക്ക് പകർന്നു നൽകാൻ അദ്ദേഹത്തിന് പല സമയത്തും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം നായകനായിരുന്ന സമയത്തും സഞ്ജുവിനെ വളരെ കരുതലോടെ കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കൊടുത്ത ഒരു ഉപദേശം സഞ്ജു പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുള്ളത്, നീ എങ്ങനെയാണോ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കളിക്കുക. പലപ്പോഴും പരാജയങ്ങൾ വന്നേക്കാം, പക്ഷെ അതുകൊണ്ട് നീ മാറാൻ ശ്രമിക്കരുത്, നീ ജെന്യുവൻ ആയിട്ട് തന്നെ, നീയായി തന്നെ തുടരണമെന്നുള്ള ഒരു ഉപദേശമാണ് രോഹിത് ശർമ്മ സഞ്ജുവിന് നൽകിയിട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഇന്നിങ്സ് കളിക്കുമ്പോൾ പോലും, അതിന്റെ തൊട്ട് മുമ്പത്തെ ഇന്നിങ്സ് 30 ഔട്ടായല്ലോ, ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും കുറച്ച് എനിക്ക് വേണ്ടി റണ്ണടിക്കാമെന്ന് ആലോചിക്കാത്ത സഞ്ജുവിനെ നമുക്ക് കാണാൻ സാധിച്ചു. ആ സഞ്ജുവിനെയാണ് ടീം ഇന്ത്യക്ക് ആവശ്യമുള്ളത്. ആ സഞ്ജുവിനെയാണ് ഈ ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ സഞ്ജു ആവേശത്തോടു കൂടി ബാറ്റ് വീശി ഔട്ടാവുമായിരിക്കാം, അദ്ദേഹത്തിന് സ്ഥിരത കാണില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം സ്ഥിരത ഇല്ലാതെ കളിക്കുന്നത് എന്റെ റണ്ണും കൂട്ടാൻ വേണ്ടിയിട്ടല്ല, എന്റെ ടീമിനെ ജയിപ്പിക്കാൻ, എന്റെ രാജ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. സോണി, അത് തന്നെയാണ് ഇന്നലത്തെ ഇന്നിങ്സിലും എടുത്തു പറയേണ്ടത്. കാരണം സെഞ്ചുറി നേടാമായിരുന്നു സഞ്ജുവിന്. പല അവസരങ്ങളിലും നമ്മൾ കരുതുന്നത് സഞ്ജു ഒരു 1-2 ബൗണ്ടറി നേടി സെഞ്ചുറിയിലേക്ക് പോകും എന്നായിരുന്നു. പക്ഷെ ആ സമയത്തും ചിന്തിച്ചത് ഒരുപക്ഷെ തൊട്ടിപ്പുറത്ത് സെറ്റായ ഒരു ബാറ്റ്സ്മാൻ ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തുള്ള ഹാർദിക് പാണ്ഡ്യക്ക് ഒരുപക്ഷെ ഒരു ബിഗ് ഷോട്ട് കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെയെങ്കിൽ ആ ടീം ജയിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് നമുക്ക് ആ കളിയിൽ ഉടനീളം കാണാമായിരുന്നു. 16 വയസ്സിൽ രഞ്ജി ട്രോഫി ടീമിലേക്ക് ആ ശ്രീശാന്തിന്റെ കയ്യിൽ നിന്ന് ക്യാപ്പ് വാങ്ങി വന്ന സഞ്ജു സാംസൺ എങ്ങനെയായിരുന്നു, അത് എന്റെ ടീമിന് എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും, നമുക്ക് ടീമിനെ ഒന്നിച്ച് എങ്ങനെ ജയിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന 16 വയസ്സുകാരിൽ നിന്ന് ഒരല്പം പോലും മാറിയിട്ടില്ലാതെ ആ പാഷനും ആ ഒരു നിസ്വാർത്ഥമായ എഫേർട്ടും കൂടിയിട്ടുണ്ടെന്നല്ലാതെ സഞ്ജുവിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ സഞ്ജു ഇങ്ങനെ തന്നെ തുടരണമെന്ന് സഞ്ജുവിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാര്യം. സോണി, അതോടൊപ്പം തന്നെ എനിക്ക് ചില അവസരങ്ങൾ നമ്മൾ ലിയോണൽ മെസ്സിയുടെ കളി പറയുമ്പോൾ പറയും, അത് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സമയം മെസ്സി ഓടുകയല്ല, ആ കൂടുതൽ സമയവും നടന്നുകൊണ്ട് ഈ കളി വീക്ഷിക്കുകയാണ് എന്ന്. ഇപ്പോൾ സഞ്ജു തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കളിച്ചത് 50-60 മത്സരം മാത്രമാണ്, 100-ലേറെ മത്സരങ്ങൾ ഈ ടീമിന് ഭാഗമായി മറ്റു താരങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, അത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെയുള്ള താരങ്ങളുടെ കളി കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്. അത് വളർന്നു വരുന്ന താരങ്ങൾക്ക് കൂടി ഒരു പ്രചോദനമാണ്. പലപ്പോഴും ആ ഒരു ആസ്പെക്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ടീമിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി, ഞാൻ ഇത് മതിയോ, അല്ലെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ സംശയം. സഞ്ജുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളും വരാം. എനിക്കിനി അതുള്ളതുകൊണ്ടാണോ, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് ഇതുള്ളതുകൊണ്ടാണോ, എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ സെലക്ഷൻ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ, എനിക്ക് വേണ്ടത്ര സപ്പോർട്ടില്ലാത്ത അത്തരത്തിലുള്ള സംശയങ്ങൾ പലതും നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയാണ് പലപ്പോഴും നമ്മൾ ടീമിന്റെ പുറത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടീമിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുക. പക്ഷെ ആ അവസരത്തെ, അല്ലെങ്കിൽ ആ വരുന്ന സാഹചര്യങ്ങളെ ഒരു പഠനത്തിന്റെ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അതിന്റെ കളിയിൽ, എന്റെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്നുള്ളത് ഒരുപക്ഷെ സഞ്ജുവിന്റെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നുള്ളൂ. സഞ്ജു ആ കളിക്ക് പുറത്തിരുന്ന, അല്ലെങ്കിൽ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ഈ ഇതിഹാസ താരങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനും അവരിൽ നിന്ന് പഠിക്കാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരുപക്ഷെ യുവരാജ് സിംഗിനെ പോലെ, റോബിൻ ഉത്തപ്പയെ പോലെ, രോഹിത് ശർമ്മയെ പോലെ, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലുള്ള താരങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്ന സഞ്ജു. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ആ അർത്ഥത്തിൽ തന്നെ ഒരു 11 വർഷത്തോളം നീണ്ട ഒരു കരിയറാണ് സഞ്ജുവിന് ഇപ്പോൾ തന്നെ ഉള്ളത്. ആ അനുഭവങ്ങളിൽ നിന്ന് സഞ്ജു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ ഈ നമ്മോടൊപ്പം ചേർന്നതിന്.